ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു ചതിക്കോ യാമി? എനിക്കറിയില്ല ശേഖരേട്ടാ. ഋതുമോള് വിളിച്ചു. രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ദൈവമേ. ഞാൻ മേക്കപ്പ് റൂമിലേക്ക് ചെല്ലട്ടെ. ഋതുമോൾ എന്നെ കണ്ടില്ലെങ്കിൽ ടെൻഷനാവും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുണ്ട്. എന്താണ്? അത് കേൾക്കുമ്പോ എന്താ ചേട്ടാ? രമ്യ, ഈ കല്യാണം നടക്കില്ല. എന്താണ്? കല്യാണം നടക്കില്ലെന്നോ? എന്തോ നാടാ കൊച്ചേ നീ പറയുന്നത്? അമ്മേ, രാജു ഒരു കത്തെടി വെച്ചിട്ട് നാട് വിട്ടുപോയി. കത്ത്. എന്നെ ആരും അന്വേഷിക്കണ്ട, ഞാൻ പോകുന്നു. എന്താ? വർമ്മ സാറ് പറഞ്ഞു കേട്ടാ, കല്യാണം ചെറുക്കനെയും വീട്ടുകാരെയും വിളിച്ചോണ്ട് ചെല്ലാൻ. രാജു സാർ റെഡി ആയില്ലേ? രാജു വന്നോളൂ, നിങ്ങൾ പോയിക്കോ. അല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, വേറെ കാറ് പറഞ്ഞിട്ടുണ്ട്. ശരി. എടാ ജയ, നിക്കടാ അവിടെ. എടാ, നിന്നോട് നിക്കാനാണ് പറഞ്ഞത്. എടാ അവിടെ നിക്കടാ. ഇവരെന്തിനാ എന്റെ പുറകെ വരുന്നത്? അവിടെ നിക്കാൻ എന്നായിട്ട് ഓട്ടിക്കാനടാ. നിന്നെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. മനുഷ്യന് സമാധാനം തരില്ല. എന്താ? ഞാൻ പോയിന്റ് കിടക്ക, നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് ഉപദേശിച്ച് നടക്കുകയാണോ? എടാ, ആ രമ്യയുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അളിയനെ പിടികൂടി കല്യാണം കഴിപ്പിക്കാനല്ലേ നീ ഈ കിടന്ന് പരക്കം പായുന്നത്? വിടങ്ങോട്ട്. രമ്യ അളിയനും തമ്മിലുള്ള കല്യാണം നടക്കണമേ, അതെന്റെ ആവശ്യം. നിന്റെ ആവശ്യമൊക്കെ എനിക്ക് മനസ്സിലായി. വൻതുകയായിരിക്കും ആ രമ്യ നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇന്ന് കമ്മീഷൻ പറ്റണേ നിങ്ങൾക്ക് എന്താ? നിങ്ങളോളം വിഴുകാൻ നിൽക്കല്ലേ മോനെ. എടാ, ആലോചിച്ചു നോക്കിയ ഏത് നിലയ്ക്കും ആ രമ്യേക്കാൾ ഭേദം ആ മന്ത്രിയുടെ മോള. എടാ, അവള് കോടിക്കണക്കിന് സ്വത്തിന് ഉടമയാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ വർമ്മയുടെ സ്വത്ത് മാത്രമല്ല ആ കൊച്ചിനുള്ളത്. ആ സൂര്യമംഗലം കൊട്ടാരത്തിലെ സ്വത്തുക്കളും കൂടി ആ കൊച്ചിനുള്ളതാ. സ്വത്തുണ്ടായിട്ടെന്താ? അത് തരാനുള്ള സന്മനസ് കൂടെ വേണ്ടേ? ആ സന്മനസ് രമ്യക്കുണ്ട്. രമ്യ മാങ്ങാത്തോലി തരും. എടാ, ആ പെണ്ണ് ലോക വിളച്ചില് പിടിച്ച പെണ്ണാ. എടാ, നിന്നെ വഞ്ചിച്ചവളാണ് അവള്. എടാ, നീ എന്റെ മകനായതുകൊണ്ടും നീ ചെന്ന് വെട്ടില് വീഴാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നീ രാജുവിന്റെ പിറകെ പോകണ്ട. എടാ, രമ്യ പുതുപ്പണക്കാരിയാ. അയ്യോ, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവളെ തള്ളയാണെങ്കിലാ കൊള്ളപ്പലിശക്കാരി. അതാണ്ട് ഈ കല്യാണം മുടങ്ങിയതിലും രാജുമോ മുങ്ങിയതിലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. കാരണം രാജു ഋതികമോളെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. വല്ലതും കിട്ടിപ്പോണെങ്കിലേ ആ ധൃതിയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഇതിപ്പോ ഒരിടത്തു നിന്ന് കിട്ടുന്ന ലക്ഷണം ഇല്ലല്ലോ. പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു അളിയെ. അവൻ നമുക്ക് എല്ലാവർക്കും പണി തന്നിട്ട് മുങ്ങിയില്ലേ? എടാ,
തടിയും നാക്കും ഉറങ്ങലും അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. സത്യം. എടാ മണ്ട, ആ രാജു എവിടെ മുങ്ങിയാലും അവൻ ഒടുക്കം ആ മന്ത്രിയുടെ മുമ്പിൽ ചെന്ന് പൊങ്ങും. ആ മന്ത്രിയുടെ അടിമയാ രാജു. അവളെ കെട്ടാനായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചല്ലേ, എന്നിട്ട് കിട്ടിയില്ലല്ലോ. ആ അപ്പ കെട്ടിയില്ലെങ്കിലും അവൻ എപ്പോഴെങ്കിലും കെട്ടുന്നെങ്കിൽ അവൻ അവളെ മാത്രമേ കെട്ടു. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുക, നീ രമ്യക്ക് വേണ്ടി വാദിക്കാൻ നടക്കണ്ട. 10 കാശുണ്ടാക്കണമെങ്കിൽ ഹൃദയൻ രാജുവും തമ്മിലുള്ള കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ വെള്ളം ചവിട്ടി താഴ്ത്തിയിട്ട് ആ വെള്ളത്തെ കാല് വയ്ക്കാൻ നോക്കണോ? ഞാൻ എപ്പോഴും മന്ത്രിയുടെ മോളുടെ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത്. ഓ, ഇതൊന്ന് ചവിട്ടിത്താക്കാൻ കൂടെ നിന്നത്. യാമിനി ഒന്നിങ്ങോട്ട് വാ. ശേഖരേട്ടാ, രാജു ചതിക്കോ യാമിനി? എനിക്കറിയില്ല ശേഖരേട്ടാ. ഋതുമോള് വിളിച്ചു, രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ദൈവമേ. ഞാൻ മേക്കപ്പ് റൂമിലേക്ക് ചെല്ലട്ടെ. ഋതുമോൾ എന്നെ കണ്ടില്ലെങ്കിൽ ടെൻഷനാവും. ആ ചെല്ല്. ഇവര് കാര്യം അറിയാതെ മണ്ടന്മാരെ പോലെ നിൽക്കുക. അടിയൊഴുക്കുകളൊന്നും ഇവരറിയുന്നില്ലല്ലോ. ദേ വരുന്നു ലോക്കൽ ഗാർഡിയൻ. ഇയാളുടെ തലയിൽ കൂടി എല്ലാം ഓടുന്നെന്ന് തോന്നുന്നു. സേര, മുഹൂർത്ത സമയമായി. വേണുവിന്റെ കുടുംബക്കാരെയും കാണുന്നില്ല. അതുകൂടി അല്ല, ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ചേച്ചി. യാമിനി മോൾ റെഡിയായില്ലേ? ആ റെഡിയായി ശേഖരേട്ടാ. എന്നാ മണ്ഡപത്തിലേക്ക് കൊണ്ടുവാ. മുഹൂർത്തത്തിന് സമയമായി. ഏട്ടനാണെങ്കിൽ അവിടെ തിരക്കൂട്ടുക. വാ മോളെ. ആരാ ഈ സമയത്ത്? വീണു അങ്കിള്. ഹലോ. അകലെ